എല്ലാവർക്കും കൊമേഴ്സ് ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നതാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ ബ്രാഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ബ്രാഞ്ചാണ് അക്കൗണ്ടിങ്ങിനുള്ളത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫസ്റ്റത്തെ ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താ പറയാ? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ടു ഫൈൻഡ് ഔട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ ലാഭവും നഷ്ടവും കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നോക്കുന്നതും ഫിനാൻഷ്യൽ കണ്ടീഷൻ നോക്കുന്നതും ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് ഇത്രയും ചിന്തിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ആണ് +1 കൊമേഴ്സിൽ ഫസ്റ്റ് പഠിക്കുന്ന അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ പറയാം, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രാഞ്ചിൽ വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ് ടു ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻസ് ആൻഡ് എഫിഷ്യൻസി. എന്താ പറയാ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും നമ്മള്? കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ് ടു ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻസ് ആൻഡ് എഫിഷ്യൻസി. എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ട്, അതായത് കോസ്റ്റ്, അതായത് ഒരു കമ്പനിയിലെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു കമ്പനിയിലെ കോസ്റ്റ് എത്രയുണ്ട്, ആ കോസ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ ഒപ്റ്റിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്ന കാര്യമൊക്കെയാണ് എന്ത് പറയാ? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയാം, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. എന്താ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നു. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ് ഫോർ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ് ഫോർ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. അതായത് പുതിയ പുതിയ തീരുമാനം എടുക്കാനും അതുപോലെ ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് മാനേജ്മെന്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ 3 അക്കൗണ്ടിങ് ഏതൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആയിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. തേർഡ് നമ്മൾ പഠിച്ചതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതാണ് ഇവിടെ നടക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ 3 ഇമ്പോർട്ടന്റ് ആയ ബ്രാഞ്ചസ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഗുണാത്മകമായ പ്രത്യേകതകൾ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റി എന്ന ടേമിന്റെ അർത്ഥമാണ് വിശ്വസനീയത. എന്താണ് റിലയബിലിറ്റി എന്ന് പറയാ? അതായത് നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട്സ് വിശ്വാസയോഗ്യമായിരിക്കണം. അതായത് വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ കണക്കൊന്നും മാറ്റിമറിക്കാൻ പാടില്ല. കറക്റ്റായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. അതാണ് റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് റെലവൻസ്? നമ്മൾ പറയാം പ്രസക്തി എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഇൻഫർമേഷൻ ആർ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ അതുപോലെ ചെയ്തു വെച്ച അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഉതകുന്ന വിധത്തിലുള്ളതായിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് റെലവൻസ്. ഓക്കെ, അതായത് നമുക്കിപ്പോ ഒരു അക്കൗണ്ട് വർക്ക് ഉണ്ടാക്കിയതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താണ് കറക്റ്റ് പ്രോപ്പറായ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു നല്ലൊരു വർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് എന്തുണ്ടായിരിക്കണം? റിലയബിലിറ്റി ഉണ്ടായിരിക്കണം ആദ്യം തന്നെ. പിന്നെ രണ്ടാമത് എന്തുണ്ടായിരിക്കണം?
അത് റെലവൻസ്, അതായത് പ്രസക്തിയും കൂടി ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത് വരുന്ന പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം. അതായത് ഒരു അക്കൗണ്ടന്റ് ചെയ്തു വെച്ച ഇൻഫർമേഷൻ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോ നോക്കി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. സിമ്പിളും ആയിരിക്കണം, അതുപോലെ തന്നെയാണ് മനസ്സിലാക്കാനും കൂടെ പറ്റിയിരിക്കണം. അങ്ങനെയുള്ള വർക്കായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ് എന്ത്? കമ്പയറബിലിറ്റി. കമ്പയർ എന്താണ് പറയാ? താരതമ്യം ചെയ്യുക. കമ്പയറബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരതമ്യം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ബിസിനസിന്റെ കണക്ക്, അതായത് ഈ വർഷത്തെ കണക്ക് കഴിഞ്ഞ വർഷത്തെ കണക്കുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് താരതമ്യം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ കണക്ക് മറ്റൊരു ബിസിനസിന്റെ കണക്കുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു വർഷത്തെ കണക്ക് മറ്റൊരു വർഷവുമായിട്ടും മറ്റു ബിസിനസ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ കഴിയണം. ഇതാണ് എന്ത് പറയാ? കമ്പയറബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റിലയബിലിറ്റി, വിശ്വസനീയത. കറക്റ്റായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഹോണസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ല. അതാണ് എന്ത്? റിലയബിലിറ്റി. ഇനി റെലവൻസ് എന്താണ് പറഞ്ഞത്? അതിന് കറക്റ്റ് ടൈമിൽ നമുക്കത് ഉപകരിക്കുന്നതായിരിക്കണം. കറക്റ്റ് ടൈമിൽ നമുക്ക് തീരുമാനമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം എന്ത്? നമ്മുടെ വർക്ക്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അതായത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് മറ്റുള്ളവർക്ക് വായിച്ചത് എന്താണെന്നും അതുപോലെ തന്നെ ക്ലിയറുമാകുന്ന വിധത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കമ്പയറബിലിറ്റി. നമ്മുടെ ബിസിനസിന്റെ കണക്ക് മറ്റൊരു ബിസിനസ്സുമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന് ഇപ്പോഴത്തെ കണക്ക് വരും കാലഘട്ടത്തിലെ കണക്കുമായിട്ട് കമ്പയർ ചെയ്യണ്ടെങ്കിലോ എന്ത് ചെയ്യണം? നമ്മുടെ കണക്ക് പക്ക ക്ലിയർ ആയിരിക്കണം. ഇതാണ് എന്ത് പറയുന്നത്? കമ്പയറബിലിറ്റി. അപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ പാർട്ടും നമ്മളിപ്പോൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. അതായത് ഫസ്റ്റ് നമ്മൾ മീനിങ് പറഞ്ഞു, പിന്നെ ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ യൂസറെ പറഞ്ഞു, പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് പറഞ്ഞു, ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ ബ്രാഞ്ചസും പറഞ്ഞു. ഇത്രയുമാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഓരോ ഭാഗങ്ങൾ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഓരോ വീഡിയോയും നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് കാണാം. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്താൻ വേണ്ടി ഷെയറും കൂടെ ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം നമുക്ക് പാർട്ട് 2, അതായത് ചാപ്റ്റർ 2 ആയിട്ട് നമുക്ക് കാണാം.